ഷോർട്ട് ഫിലിംസ്, മലയാളം ഷോർട്ട് ഫിലിംസ് ഇങ്ങനെ ഒത്തിരി യൂട്യൂബിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഒട്ടുമിക്ക മലയാള സിനിമകളും ഇങ്ങനെ പഴയ മലയാള സിനിമകൾ ലഞ്ച് കഴിക്കുന്ന സമയത്ത് കാണുന്ന സ്വഭാവമുണ്ട് എനിക്ക്. ഇത് ഒരു പോയിൻ്റ് കഴിയുമ്പം കണ്ട സിനിമ തന്നെ ഇപ്പം 100-300 തവണ കണ്ടു കാണും. അത്രയും തവണ ഇത് കണ്ടിട്ടുണ്ടാവും. നമ്മൾ യൂഷ്വലി കാണുന്ന സിനിമകളെല്ലാം കണ്ട് അതിനകത്തുള്ള ഡയലോഗുകളും അതിനകത്തിന് അടുത്ത സീൻ എന്താ, അപ്പോൾ എന്ത് കോമഡിയാണ് നടക്കുന്നത്, ഇതെല്ലാം നമുക്ക് ബൈ ഹാർട്ടായി വരുമല്ലോ. അപ്പോൾ ഒരു പോയിൻ്റ് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു, ശരി ഇനിയിപ്പോൾ പുതിയത് എന്തെങ്കിലും കാണാം, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഷോർട്ട് ഫിലിംസ് കാണാൻ തുടങ്ങിയത്, മലയാളം. അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു ദിവസം മുളഞ്ഞി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടത്. അപ്പോൾ ഇതൊരു വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ളൊരു ഫിലിമായിരുന്നു. ഒരു 4 സ്ത്രീകൾ, സിബ്ലിങ്സ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ ചെറിയ വഴക്കുകളും, പക്ഷെ അവർ ഒരുമിച്ച് കൂടുമ്പോഴത്തേക്കും ഒരു ചക്ക വെട്ടാണ്. ആ ചക്ക വെട്ടി അത് മുറിച്ച് അത് നന്നാക്കി ചകിണിയൊക്കെ മാറ്റി എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്കും അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും അതിനകത്ത് വെച്ചിട്ട് അങ്ങോട്ട് ഇല്ലാണ്ടായി പോവാം. അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും പിന്നെന്താ ആ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ഒരു ഒരുമയുണ്ടല്ലോ, അതാണ് ആ സിനിമയിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്തു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുഞ്ഞുകാലത്ത് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് ഒരു വയനാട്ടിലെ ഒരു ചെറിയ വില്ലേജിലാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തടുത്തടുത്ത് വീടുകളുണ്ട്. അപ്പം എൻ്റെ വീടിൻ്റെ മുന്നിലും സൈഡിലും ഒക്കെ ആയിട്ടുള്ള വീടുകളിലൊക്കെ നമ്മൾ വളരെ വില്ലേജിലാണ്. അപ്പം അവിടെ ഒത്തിരി പ്ലാവും മാവും തെങ്ങും എല്ലാം ഉണ്ട്. അന്നേരം നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, നമ്മുടെ വീട്ടിൽ എന്തുണ്ടായിട്ടുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാവരും കൊടുക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചക്ക ഇല്ല, നമ്മുടെ തൊട്ട് മുകളിലുള്ള വീട്ടിലാണ് ചക്കയുള്ളത്. അപ്പോൾ വലിയ ചക്കയായിരിക്കും. അന്നേരം ആ വീട്ടിൽ എന്ത് ചെയ്യും, ചക്ക വെട്ടി കഴിയുമ്പോഴത്തേക്കും അവിടെ 4 പേരുണ്ട്, എൻ്റെ വീട്ടിൽ 4 പേരുണ്ട്, പിന്നെ നമ്മുടെ വീട് തൊട്ട് മുകളിൽ ഉള്ള വീട്ടിൽ 4 പേരുണ്ട്, പിന്നെ ഒരു അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അന്നേരം എന്ത് ചെയ്യും, ഒരു വീട്ടിൽ ചക്ക വെട്ടും. ഇപ്പോൾ ചിലപ്പോൾ ഒത്തിരി ആൾക്കാർ, ഇപ്പം നമ്മുടെ 4 വീട്ടിലെ ആൾക്കാർ ഒരുമിച്ച് വരുന്നതും കൊണ്ട് ചിലപ്പോൾ 2-3 ചക്ക വെട്ടുമായിരിക്കും. ഇപ്പോൾ 2 ചക്ക ഒരു വീട്ടിൽ വെട്ടുവാണെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇരുന്നത് നന്നാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എല്ലാ വീട്ടിലെ ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് ഇത് വെട്ടും. അപ്പോൾ ആദ്യം ഒരാൾ ഒരു കോടാലി എടുത്ത് അത് പിളർത്തും. അതിന് ശേഷം ഒരു വെട്ടുകത്തി എടുത്ത് അതിനെ ചിലപ്പം എത്രയാണോ പീസാക്കി, അപ്പോൾ 4 പീസാക്കി മുറിക്കും. അതിന് ശേഷം ചെറുതായിട്ട് അതിൻ്റെ മുകളിലുള്ള ആ മുളഞ്ഞിനുള്ള സാധനമുള്ള കൂമ്പ് അത് ചെത്തിക്കളയും. എന്നിട്ട് അതിനകത്തുനിന്ന് ചക്ക എടുത്ത് ഇരിഞ്ഞ് പ്ലേറ്റിലിട്ട് അല്ലെങ്കിൽ മുറത്തിൽ ഒരു പേപ്പർ വിരിച്ചിട്ട് അതിനകത്തിട്ട് എല്ലാവരും കൂടെ ചകിണി എടുത്ത് കളഞ്ഞ് ചക്കക്കുരു എടുത്ത് മാറ്റി വെച്ച് ചക്കക്കുരുയുടെ പാട ഇങ്ങനെ തെറ്റിച്ച് വിടും. അതൊരു രസമാണ്. അപ്പോൾ എനിക്കും എൻ്റെ അനിയനും പിന്നെ ഞങ്ങൾക്ക് കൂടെയുള്ള കുറച്ച് പേർക്കൊക്കെ ഈ ചകിണി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ ചകിണി കഴിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചകിണി കഴിച്ച് വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ ചവച്ച് ഇങ്ങനെ ഒരു റബ്ബർ പോലെയാവും. ശരിക്കും നമ്മൾ ബബിൾഗം ചവയ്ക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ചിലപ്പം കുറേ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ വിഴുങ്ങും, അല്ലെങ്കിൽ അത് തുപ്പിക്കളയും, അങ്ങനെ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കും. എന്നിട്ട് ചക്ക വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊത്തിരി ക്വാണ്ടിറ്റി അല്ലേ. അപ്പോൾ ചിലപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഇതിനെന്തൊക്കെ സാധനം വേണം. പിന്നെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കണമെങ്കിൽ തേങ്ങയും പിന്നെ മുളകും കുരുമുളകും ഇച്ചിരി വെളുത്തുള്ളിയും ഇച്ചിരി ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഒതുക്കിയിട്ട് ഒരരപ്പുണ്ടാക്കണം. ചെറിയ ജീരകം ഇടും, മഞ്ഞൾപ്പൊടി ഇടും. അപ്പോൾ പിന്നെ ഇതുണ്ടാക്കണമെങ്കിൽ തേങ്ങ വേണം. അപ്പോൾ തേങ്ങ ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം. ചിലപ്പോൾ ഒരു വീട്ടിൽ ഒരു മുറി തേങ്ങ ആയിരിക്കും ഉണ്ടാവുക. അന്നൊക്കെ നമ്മുടെ വീട്ടിൽ ഇല്ലാത്തൊരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, താഴത്തെ വീട്ടിൽ നിന്ന് മേടിക്കും. ചിലപ്പോൾ ഒരു മുറി തേങ്ങയായിരിക്കും, ചിലപ്പം കുറച്ച് ഉപ്പായിരിക്കും, ചിലപ്പോൾ കുറച്ച് കടുകായിരിക്കും. അങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ ഒരു ഉള്ളി അല്ലെങ്കിൽ 2 മുട്ട 2 തക്കാളി ഇങ്ങനെയൊക്കെ അടുത്തടുത്തുള്ള വീടുകളിൽ നിന്ന് നമ്മൾ മേടിക്കും. അന്നേരം
അന്ന് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്ക പുഴുങ്ങാനുള്ള തേങ്ങ ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നായിരിക്കും എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇപ്പോൾ ഇടാനുള്ള വേറെ എന്തെങ്കിലും സാധനം, ഇപ്പോൾ കുരുമുളക് പൊടി ഇല്ലെങ്കിൽ അത് വേറൊരു വീട്ടിൽ നിന്നായിരിക്കും എടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു വീട്ടിലുണ്ടാക്കും. എന്നിട്ട് ഇപ്പം ചിലപ്പോൾ ഏതെങ്കിലും വീട്ടിൽ മീൻകറി ഉണ്ടാവും, അല്ലെങ്കിൽ അച്ചാറുണ്ടാവും. മാങ്ങ അച്ചാറും ചക്കപ്പുഴുക്ക് നല്ല ടേസ്റ്റാണ്. ചിലപ്പോൾ തൈരുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ആ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഈ 4 വീട്ടുകാർ ഒരുമിച്ചിരുന്ന് കഴിക്കും. അപ്പോൾ ഈ ചക്ക നന്നായിട്ട് പുഴുങ്ങി അതിൻ്റെ മുകളിലോട്ട് ഈ അരപ്പിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കും. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഈ അരപ്പിലേക്കും കൂടെ ഈ ആവി വന്ന് കയറിയിട്ട് ഈ മൂടി അങ്ങ് മാറ്റുമ്പോഴത്തേക്കും ഒരു നല്ല മണം വരും. പിന്നെ അത് ഈ പണ്ട് ഇത് കുഴച്ചുകൊണ്ടിരുന്നത് നല്ല നീളമുള്ള ഒരു മരത്തിൻ്റെ ഒരു കമ്പ് പോലത്തെ ഒരു സാധനം ഉണ്ട്, അത് വെച്ചിട്ടാണ് കുഴക്കുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അപ്പോൾ അത് വെച്ചായിരിക്കും കുഴക്കുന്നത്. കപ്പ കുഴയ്ക്കാൻ വേണ്ടിയിട്ടും ചക്ക കുഴയ്ക്കാനായിട്ട് ഒരു കോലുണ്ടാവും. അപ്പോൾ അതിട്ട് കുഴയ്ക്കും. എന്നിട്ട് കടുക് വറുത്തിടും ഇതിനകത്ത്. അപ്പം ഇതിനകത്ത് ചില സമയത്ത് കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂടെ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ അരി ഇടും. അരി ഇട്ട് എണ്ണയിനകത്തേക്ക് അരി ഇടുമ്പോൾ അതും കൂടെ ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ പൊരിഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കര രസമാണ്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതിനകത്തിടും. അപ്പോൾ കുരുമുളക് പൊടിയും വെളുത്തുള്ളിയൊക്കെ ഇടുന്നത് എന്തിനാണ്? നമ്മുടെ ഗ്യാസൊന്നും ഇല്ലാണ്ടിരിക്കാൻ, വയറുവേദന ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും. ശരിക്കും എനിക്കൊക്കെ ചെറുപ്പത്തിൽ ചക്ക പുഴുങ്ങിയത് ഇഷ്ടമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ എനിക്ക് പച്ചച്ചക്ക തിന്നാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പഴുത്ത ചക്കയോ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പഴുക്കാറായ ചക്കയൊന്നും എനിക്കത്ര ഇഷ്ടമല്ല. അതുപോലെ എനിക്ക് വരിക്കച്ചക്ക മാത്രമേ ഇഷ്ടമുള്ളൂ. കൂഴച്ചക്ക എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കൂഴച്ചക്ക എന്ന് പറയുമ്പം പഴുത്തിട്ട് ഇതിങ്ങനെ ഒരു ലൂസാവും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചക്കയുടെ ഉണ്ടാക്കുന്നത്. അത് വേറെ കഥ. അപ്പം എനിക്ക് വരിക്കച്ചക്ക മാത്രമേ ഇഷ്ടമുള്ളൂ. അത് പച്ചയായിട്ടാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചക്കപ്പുഴുക്ക് ഞങ്ങൾ കുഞ്ഞുങ്ങൾ അന്ന് എൻജോയ് ചെയ്തിരുന്നൊരു ഫുഡായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ടല്ല നമ്മളിത് കഴിക്കുന്നതെന്നുള്ളത് കൊണ്ട് ഇതിന് ഭയങ്കര സ്വാദായിരുന്നു. അവിടെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുണ്ട്, നമ്മുടെ ഏറ്റവും ഭയങ്കര പ്രിയപ്പെട്ട ആൾക്കാരായിരിക്കും അവരുണ്ട്. അവിടുത്തെ അമ്മൂമ്മയും അപ്പൂപ്പനും ഉണ്ട്, നമ്മുടെയൊക്കെ അച്ഛന്മാരുണ്ട്, അമ്മമാരുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടായിരിക്കും ഇത് കഴിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആ നാട്ടിലുള്ള മുഴുവൻ കഥകളും നമുക്കറിയാം. ഏതൊക്കെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, ആരൊക്കെ തമ്മിൽ അടിയുണ്ട്, അല്ലെങ്കിൽ എത്ര പേർക്ക് പ്രേമമുണ്ട്. ഭയങ്കര അത് അത്രയും വലിയ ഡാമേജിങ് ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ചിലപ്പോൾ ഇന്നലെ എൻ്റെ അമ്മയും മുകളിലത്തെ വീട്ടിലെ അമ്മയും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ അന്നത് തീർന്നു. ആ പ്രശ്നങ്ങളൊന്നും പിന്നെ ഇല്ല. ചിലപ്പോൾ 2 ദിവസം ഒരു പിണ്ടി കാണത്തില്ല. പക്ഷേ ഈ ചക്ക ഒരുക്കുന്നതോടുകൂടി അതെല്ലാം തീർന്നു. അപ്പോൾ ഞാൻ മുളഞ്ഞ് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു ട്രാവൽ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എൻ്റെ വീടിനടുത്ത് വീടുകളൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു കൾനറി നൊസ്റ്റാൾജിയൊന്നും എനിക്കിപ്പോൾ ഇല്ല. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാം ഉണ്ട്. ഒരു മുട്ട കടം മേടിക്കാൻ വേണ്ടിയിട്ട് ആരും അപ്പുറത്തെ വീട്ടിലോട്ട് പോകുന്നില്ല. ചിലപ്പോൾ ഇപ്പോഴും അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടാവും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഇപ്പോഴത്തെ ഞാൻ താമസിക്കുന്നൊരു ബാംഗ്ലൂരിലത്തെ ഒരു സിറ്റി, ഒരു സ്പേസിലാണ്. അവിടെ ചക്ക പോലും ഇല്ല. ചക്കച്ചോളയൊക്കെ പിന്നെ ലുലു മോളിലൊക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ ഒരു ചെറിയ കവറിനകത്ത് ഇരിഞ്ഞ് ചകിണി ഒന്നുമില്ലാതെ വെച്ചിരിക്കുന്ന ഒരു ചക്കച്ചുളയ്ക്ക് പാക്കറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ അതിന് എത്ര രൂപയാണ്? നമ്മൾ എത്രയോ ചക്ക വെറുതെ പോയേക്കുന്നു, എത്രയോ ചക്ക ഇരിഞ്ഞ് ചാടിയേക്കുന്നു, പഴുത്ത് പോയേക്കുന്നു. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയ ഭീകരമാണത്. നമുക്ക് തിരിച്ച് കിട്ടത്തില്ലാത്ത തരത്തിലുള്ള ഒന്നാണ്. നമുക്ക് തിരിച്ചു പോവാൻ തോന്നുന്ന ഒന്നാണ് അല്ലേ? നിങ്ങൾക്കൊക്കെ ഉണ്ടാവുമായിരിക്കും അത്തരത്തിലുള്ള കുറേ നൊസ്റ്റാൾജിയകൾ. ഫുഡുമായിട്ട് ബന്ധപ്പെട്ടും പല മണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും
ആൾക്കാരെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ചില ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ഈ ചാനലിൽ എൻ്റെ ഇത്തരത്തിലുള്ള ഓർമ്മകളെയാണ് ഡോക്യുമെൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം പല പല സാധനങ്ങളും ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കഴിച്ചുകൊണ്ടിരുന്ന പല സാധനങ്ങളും ഇപ്പോൾ എവിടെ ഞാൻ കാണാറില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് ആൾക്കാർ തമ്മിലുണ്ടായിരുന്ന ഇൻറ്റിമസി, അല്ലെങ്കിൽ ചെറിയ പിണക്കം, ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ കൊടുക്കൽ വാങ്ങലുകളുണ്ടല്ലോ. അതായത് ഞാൻ പറയുന്നത് ഈ കിച്ചണിൽ നിന്ന് അപ്പുറത്തെ കിച്ചണിലോട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് പല സമയത്തും എൻ്റെ തൊട്ട് മുകളിലത്തെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അവിടെ ഉണ്ടാക്കുന്ന ഫുഡ് എന്തോ ഒരു സ്പെഷ്യലാണ്. എൻ്റെ വീട്ടിൽ ചിലപ്പോൾ അതേ ഫുഡാണെങ്കിൽ ഞാൻ കഴിക്കത്തില്ലായിരിക്കും. പക്ഷെ അത് അപ്പുറത്തെ വീട്ടിലത്തെ അമ്മ ഉണ്ടാക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനത്തെ ചില റിലേഷൻഷിപ്പുകൾ, അത് അവരുമായിട്ട് നമുക്കിപ്പോഴും അതേ തരത്തിലുള്ള ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ബന്ധം നമുക്കിപ്പോൾ ഉണ്ടോ എന്നൊക്കെ ഉള്ള പോലെ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ടായിരുന്ന അങ്ങനത്തെ കുറച്ച് കോർ മെമ്മറീസ് എനിക്കിപ്പോൾ ഉള്ളത് ഡോക്യുമെൻ്റ് ചെയ്യുക. അത് എനിക്ക് തോന്നുന്ന കഥകൾ, ഞാൻ കാണുന്ന, വായിക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലെ സിനിമ കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും എൻ്റെ നൊസ്റ്റാൾജിയ, എൻ്റെ പെയിൻ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം തന്ന കാര്യങ്ങൾ, ഇതുവരെ എനിക്കിപ്പോൾ ഒരു മനുഷ്യനോട് പറയാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ, ഞാൻ പറയാൻ പേടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് തന്നെ വെച്ച് ഹോൾഡ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതെല്ലാം പറയാനും ഡോക്യുമെൻ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് കഥ പൈങ്കിളി എന്നാണ്. പണ്ടത്തെ പാട്ട് ഓർക്കുന്നില്ലേ, അവിടെ നിന്നാണ് ഞാൻ ആ പേരെടുത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള മെമ്മറീസ് നിങ്ങൾക്കും ഉണ്ടോ? എസ്പെഷ്യലി നിങ്ങൾക്ക് ചക്കയായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ മെമ്മറീസ് ഉണ്ട്? നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ചക്ക മുറിക്കുമ്പോൾ കുറേ ആൾക്കാർ വന്നായിരുന്നോ? ഇപ്പം നിങ്ങൾക്ക് ചക്ക കിട്ടാറുണ്ടോ? ബാംഗ്ലൂരിൽ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഞാൻ ഒറ്റ ചക്ക പോലും കഴിച്ചിട്ടില്ല. വീട്ടിൽ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ ഒരു സമയമായിരിക്കില്ല, അപ്പോൾ എനിക്ക് കിട്ടാതെ പോകും. അപ്പോൾ നിങ്ങളൊരു ചക്ക കഴിച്ചിട്ട് എത്ര നാളായി? നിങ്ങൾക്ക് ചക്ക എല്ലാ ഫോമിലും കിട്ടാറുണ്ടോ? അതായത് പച്ചയായിരിക്കുമ്പോൾ ചക്ക കഴിക്കാൻ പറ്റില്ല നമുക്ക്, ഇടിഞ്ചക്കയായിട്ട് നമ്മൾ കഴിക്കും. ഇടിഞ്ചക്ക എന്ന് തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. തോരൻ വയ്ക്കുന്ന ഫോമിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് പുഴുങ്ങാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞിട്ട് ഇത് ചെറിയൊരു പുളി വെക്കും. അപ്പോൾ പുളിഞ്ചക്കയായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ പഴുത്ത ചക്കയായിട്ട് കഴിക്കാം. പിന്നെ ചക്കയടയായിട്ട് കഴിക്കാം. ചക്ക വറുത്ത് കഴിക്കാം, അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ഫോമിലും നിങ്ങൾക്ക് ചക്ക കിട്ടിയിട്ടുണ്ടോ ഈ വർഷം? അതൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന ഓർമ്മകളിൽ നിങ്ങൾ പറയും. ഞാൻ അതെല്ലാം വായിക്കാം. നമുക്ക് ഒരുപാട് സംസാരിക്കാം, അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസസിനോട് ചേർന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും, അതേപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് ഇതുപോലത്തെ കുറച്ച് മെമ്മറീസ് ഉണ്ടാവാം, അല്ലേ? ചിലപ്പോൾ എല്ലാ കാലവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടല്ലോ. അപ്പോൾ എൻ്റെ പാസ്റ്റ് ചിലപ്പോൾ നിങ്ങളുടെ പിന്നെ ഈ ഒരു ജീവിതമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ചിലപ്പം കലർന്നു പോകുന്നുണ്ടാവാം. അങ്ങനത്തെ എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ കുറച്ച് ദൂരം പോകാം.